98 കോടി രൂപ വകയിരുത്തുന്നു. റബ്ബറിന്റെ വിലയിടിവിൽ നിന്നും റബ്ബർ കർഷകരെ സഹായിക്കാനായി ആരംഭിച്ചിട്ടുള്ള റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള റബ്ബറിന്റെ നിലവില താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിക്കും. ഫ്രൂട്ട് ഫാമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നടപടികൾ സ്വീകരിക്കും. ഫലവർഗ്ഗങ്ങളും പുഷ്പവും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാകാനും കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിച്ച കർഷകരുടെ പ്രമാണങ്ങൾ തിരിച്ചു നൽകാനും നടപടികൾ സ്വീകരിക്കും. നെല്ലിന്റെ സംഭരണം കാര്യക്ഷമമാക്കും. സംഭരണ വില കർഷകർക്ക് കൃത്യമായി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. സർ, കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി എന്നുള്ള പുതിയ പദ്ധതി കാർഷിക മേഖലയിൽ വനിതകളുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് തുടങ്ങും. കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. സംസ്ഥാനത്ത് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കും. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ശക്തിപ്പെടുത്തുന്നതിനും കേരള കാർബൺ ഫാമിംഗ് ആൻഡ് സോയിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന പദ്ധതി നടപ്പിലാക്കും. സർ, മൃഗസംരക്ഷണത്തിന് ആ മേഖലയ്ക്ക് 258.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിന് 137.24 കോടി രൂപയും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് 29.89 കോടി രൂപയും കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 8 കോടി രൂപയും MBIക്ക് 5.85 കോടി രൂപയും കേരള ഫീഡ്സിന് 19.20 കോടി രൂപയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 52 കോടി രൂപയും കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് 6.70 കോടി രൂപയും ഉൾപ്പെടുത്തുന്നു. സർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം, വിധവകളുടെയും അശരണരുടെയും സാമ്പത്തിക